ചുവപ്പ് നാടിയിൽ കുടുങ്ങി നിർമ്മാണം അനിശ്ചിതത്വത്തിലായ കാസർഗോഡ് ജില്ലയിലെ അംഗൻവാടി കെട്ടിടങ്ങളുടെ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുന്നു. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗമാണ് ഇതിനുള്ള വഴി തുറന്നത്. This news sponsored by ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, കാഞ്ഞങ്ങാട്. കാസർഗോഡ് വിഷൻ വാർത്ത ചൂണ്ടിക്കാട്ടിയ പിലിക്കോട്, തിരുനെല്ലി അംഗൻവാടി ഉൾപ്പെടെയുള്ള ജില്ലയിലെ അംഗൻവാടി കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലെ പ്രതിസന്ധികൾക്കാണ് ഒടുവിൽ പരിഹാരമാകുന്നത്. തിരുനെല്ലി അംഗൻവാടിയുടെ ശിലാഫലകം സ്ഥാപിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കല്ലുപോലും വെക്കാൻ കഴിയാത്തതിനാൽ കുരുന്നുകൾ വാടക വീടുകളിൽ നേരിടുന്ന ദുരിതാവസ്ഥ മാധ്യമശ്രദ്ധയാകർഷിച്ചതിന് പിന്നാലെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായിരിക്കുന്നത്. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗത്തിലാണ് കെട്ടിടങ്ങളുടെ പണി വേഗത്തിൽ പൂർത്തീകരിക്കാൻ കർശന നിർദ്ദേശം നൽകിയത്. തിരുനെല്ലി അംഗൻവാടിയുടെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞിട്ടും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ICDS ജില്ലാ ഓഫീസർ നിർമ്മിതി കേന്ദ്രത്തിന് പ്രവൃത്തി ഉത്തരവ് കൈമാറിയിരുന്നില്ല. ഇതേ തുടർന്നാണ് ഈ അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. എന്നാൽ കലക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ശിശുക്ഷേമ വികസന ഓഫീസറുടെ മുൻ തീരുമാനം പുനഃപരിശോധിക്കുകയും തിരുനെല്ലിയുടെ തടസ്സങ്ങൾ നീക്കാൻ LSJD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും നിർമ്മിതി കേന്ദ്രത്തിനും പ്രവൃത്തി ഉത്തരവ് ഒരാഴ്ചയ്ക്കകം കൈമാറാൻ കലക്ടർ നേരിട്ട് നിർദ്ദേശം നൽകുകയുമായിരുന്നു. ജില്ലയിൽ വിവിധ കാരണങ്ങളാൽ നിർമ്മാണ പ്രവൃത്തികൾ മുടങ്ങിക്കിടക്കുന്ന 57 അംഗൻവാടി കെട്ടിടങ്ങളുടെയും പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കാൻ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. LSJD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും നിർമ്മിതി കേന്ദ്രവുമാണ് ഈ കെട്ടിടങ്ങളുടെ നിർവഹണ ഏജൻസികൾ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.